സിനിമയെന്നത് സംവിധായകന്റെ കലയെന്നാണ് അറിയപ്പെടുന്നത്. കഥ രൂപപ്പെടുത്തി നിർമ്മാതാവിനെ കണ്ടുപിടിച്ച് നടീനടന്മാരെയും സാങ്കേതിക പ്രവർത്തകരെയുമൊക്കെ സംഘടിപ്പിച്ച് കഥയെ ദൃശ്യഭാഷയിലാക്കി നമുക്ക് ആസ്വദിക്കാൻ പാകത്തിൽ തയ്യാറാക്കുന്നത് സംവിധായകനാണ്. ഒരു സിനിമ എങ്ങനെ രൂപപ്പെടണമെന്ന് തീരുമാനിക്കുന്ന സിനിമയുടെ സൃഷ്ടാവ് അല്ലെങ്കിൽ കപ്പിത്താൻ. മലയാള സിനിമയെടുത്താലും ലോകത്തിലെ ഏതു ഭാഷയിലുള്ള സിനിമാ മേഖലയെടുത്താലും സിനിമാ പ്രവർത്തകരിൽ 80% അത് പുരുഷ കേന്ദ്രീകൃതം എന്നു തന്നെ പറയാം. ഇപ്പോൾ മാറ്റങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് എന്നതും സത്യം. പുരുഷ കേന്ദ്രീകൃതമായ ആ സിനിമാ മേഖലയിൽ മലയാള സിനിമയിൽ കപ്പിത്താന്റെ വേഷമണിഞ്ഞ എത്ര സംവിധായികകൾ ഉണ്ടെന്നറിയാമോ? മലയാള സിനിമയിലെ സംവിധായിക രത്നങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഒരു സംഖ്യയെ ഉള്ളെന്ന് തോന്നും. പക്ഷേ മറ്റെവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ സംവിധായികകൾ മലയാളത്തിലുണ്ട് എന്ന് വേണം കരുതാൻ. മലയാളത്തിലെ ആദ്യ വനിതാ സംവിധായിക വിജയ നിർമ്മലയാണ്. ഭാർഗവീ നിലയത്തിലെ യക്ഷിയായി വന്ന സുന്ദരിയായ പെണ്ണിനെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. മലയാളി അല്ലാത്ത ഒരാളാണ് മലയാളത്തിലെ ആദ്യ സിനിമ സംവിധായിക. 1973 IV ശശിയും ആനന്ദും ചേർന്ന് നിർമ്മിച്ച കവിതയാണ് വിജയ നിർമ്മല സംവിധാനം ചെയ്തത്. വിൻസെന്റ്, അടൂർ ബാസി, വിജയ നിർമ്മല, KP ഉമ്മർ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്കിൽ പിന്നീട് 30ഓളം സിനിമകൾ വിജയ നിർമ്മല സംവിധാനം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സംവിധായിക നമ്മുടെ സ്വന്തം ഷീലയാണ്. ഷീല 1976 യക്ഷഗാനം എന്ന സിനിമ SL പുരം സദാനന്ദന്റെ തിരക്കഥയിൽ സംവിധാനം ചെയ്തു. മധു, ഷീല, അടൂർ ബാസി, തിക്കുറിശി എന്നിവരായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചത്. 79 ശിഖരങ്ങൾ എന്ന സിനിമ ജയനെ നായകനാക്കി ഷീല ചെയ്തു. നായിക ഷീല തന്നെയായിരുന്നു. അഞ്ജലി മേനോനാണ് മലയാളത്തിലെ തന്നെ അറിയപ്പെടുന്ന വനിതാ സംവിധായിക. കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ കുറച്ചധികം സിനിമകൾ അഞ്ജലി മേനോൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. 2009 കേരള കഫേ എന്ന സിനിമയിലെ ഹാപ്പി ജേർണി എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു അഞ്ജലി മേനോൻ സംവിധായിക എന്ന നിലയിൽ മലയാളത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത്. 2012 മഞ്ചാടിക്കുരു എന്ന സിനിമ ചെയ്തു. പ്രേക്ഷകരിൽ നൊസ്റ്റാൾജി ഉണർത്തിയ ഒരുപാട് രംഗങ്ങൾ കൊണ്ട് ഓർത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മഞ്ചാടിക്കുരു. 2012 അഞ്ജലി മേനോൻ തിരക്കഥ എഴുതിയ ഉസ്താദ് ഹോട്ടൽ നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഹൃദ്യമായ ഗാനങ്ങളും മികച്ച കഥ കൊണ്ടും നമ്മളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയൊരു സിനിമയാണ് ഉസ്താദ് ഹോട്ടൽ. 2014 ബാംഗ്ലൂർ ഡേയ്സ് എന്ന മൾട്ടി സ്റ്റാർ സിനിമയാണ് അഞ്ജലി മേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു വമ്പൻ കൊമേഴ്ഷ്യൽ ഹിറ്റ് തന്നെയായിരുന്നു. 2018 പൃഥ്വിരാജിനെയും പാർവതിയെയും നായികന്മാരാക്കി കൂടെ എന്ന സിനിമ സംവിധാനം ചെയ്തു. 2022 വണ്ടർ വുമൺ എന്ന OTT സിനിമയാണ് അവസാനമായി അഞ്ജലി മേനോൻ ചെയ്തിരിക്കുന്ന സിനിമ. അടുത്ത സംവിധായിക നടി ഗീതു മോഹൻദാസ്. സംവിധാനം ചെയ്ത സിനിമകൾ കൊണ്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു സംവിധായികയാണ് ഗീതു മോഹൻദാസ്. 2014 ലേറാസ് ഡിക് എന്ന ഹിന്ദി സിനിമയാണ് ആദ്യമായി ഗീതു സംവിധാനം ചെയ്തത്. 2019 മൂത്തോൻ എന്ന നിവിൻ പോളി സിനിമ ഗീതുവിൻ്റെ കരിയറിലെ തന്നെ മികച്ച ഒരു സിനിമയാണ്. സംവിധായികയുടെ കയ്യൊപ്പ് പതിഞ്ഞ സിനിമ എന്ന് വേണം മൂത്തോനെ വിശേഷിപ്പിക്കാൻ. ടോക്സിക് എന്ന കന്നഡ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നടി രേവതി. പാലക്കാട് ജനിച്ച രേവതി മലയാള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 1981 മാനെ മടാടി മകൾക്ക് എന്ന കന്നഡ സിനിമ, മിത്ര മൈ ഫ്രണ്ട് ശോഭനെ അഭിനയിച്ച ഈ സിനിമ നിരൂപക പ്രശംസ നേടിയ ഒരു സിനിമയായിരുന്നു. 2004 ഭിർമിലേക്ക് എന്ന ഹിന്ദി സിനിമ ചെയ്തു. സൽമാൻ ഖാൻ, ശില്പ ഷെട്ടി, അഭിഷേക് ബച്ചൻ എന്നിവരായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചത്. 2009 കേരള കഫേയിൽ മകൾ എന്ന സിനിമ ചെയ്തു. ശ്രീബാല കെ മേനോൻ ജേർണി ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് എന്ന ഷോർട്ട് ഫിലിമാണ് ആദ്യമായി സംവിധാനം ചെയ്തത്. സന്തോഷ് ചിക്കാടത്തിൻ്റെ പ്രശസ്തമായ ചെറുകഥ പന്തിഭോജനം ഷോർട്ട് ഫിലിമായി 2009 ഇറക്കി. ദിലീപ്, നിഖില വിമൽ എന്നിവർ നായികന്മാരായ ലവ് 24x7 എന്ന സിനിമ 2015 ശ്രീബാല കെ മേനോൻ സംവിധാനം ചെയ്തു. വിധു വിൻസൻ.
2019 പുറത്തിറങ്ങിയ സ്റ്റാൻഡപ്പ് എന്ന രജിഷ വിജയൻ നായികയായ സിനിമയാണ് ബിദു വിൻസെന്റ് സംവിധാനം ചെയ്ത സിനിമ. 2021 വൈറൽ സെബി എന്ന സിനിമ OTT റിലീസ് ചെയ്തു. രേവതി എസ് വർമ്മ. ജൂൺ 6 എന്ന 2006 പുറത്തിറങ്ങിയ തമിഴ് സിനിമയിലൂടെയാണ് രേവതി എസ് വർമ്മ സ്വതന്ത്ര സംവിധായികയാകുന്നത്. ആപ്കെ ലിയ ഹും എന്ന ഹിന്ദി സിനിമ 2010 സംവിധാനം ചെയ്തു. ജയ ബച്ചൻ, മിഥുൻ ചക്രവർത്തി, മനീഷ കൊയ്രാള, രവീണ ടണ്ടൻ എന്നിവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. 2012 ലാലിനെയും നസ്രിയയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാഡ് ഡാഡ് എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തു. ഈ വലയം എന്നൊരു സിനിമ പിന്നീട് ചെയ്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജെറി അമൽദേവ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന സിനിമയാണ് ഈ വലയം. ഇന്ദു VS. വിജയ് സേതുപതി നായകനായ 19:1 A എന്ന സിനിമയാണ് ഇന്ദു VS 2019 സംവിധാനം ചെയ്തത്. ആൻഡോ ജോസഫ് നിർമ്മിച്ച ഈ സിനിമയിൽ നിത്യ മേനോൻ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസായിരുന്നു സിനിമ. സലീം മുഹമ്മദിന്റെ സംവിധാന സഹായിയായി ആദാമിന്റെ മകൻ അബു, കുഞ്ഞനന്തന്റെ കട, പത്തേമാരി എന്നീ സിനിമകളിലൊക്കെ സംവിധാന സഹായിയായി ഇന്ദു VS പ്രവർത്തിച്ചിട്ടുണ്ട്. രതീന PT. മമ്മൂട്ടിയെ നായകനാക്കി പുഴു എന്ന സിനിമ സംവിധാനം ചെയ്തയാളാണ് രതീന PT. നിരൂപക പ്രശംസയും വിമർശനങ്ങളും ഒട്ടനവധി ഏറ്റുവാങ്ങിയ സിനിമയാണ് പുഴു. ശാലിനി ഉഷ നായർ. ഫഹദ് ഫാസിൽ, അനുമോൾ എന്നിവരെ നായികനായകന്മാരാക്കി മലയാറ്റൂരിൻ്റെ യക്ഷി എന്ന നോവലിനെ അധികരിച്ച് അകം എന്ന സിനിമ 2011 സംവിധാനം ചെയ്തു. 2023 നൗ ആൻഡ് ഫോർ എവർ എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. സൂര്യനായകനായ സുരരൈ പോട്ടർ എന്ന തമിഴ് സിനിമയുടെ തിരക്കഥാകൃത്ത് ശാലിനി ഉഷ നായരാണ്. 2 കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് മലയാളത്തിൽ സംവിധായികകളായിട്ടുണ്ട്. അതിലൊരാൾ സ്റ്റെഫി സേവ്യറാണ്. മധുര മനോഹര മോഹം എന്ന 2023 പുറത്തിറങ്ങിയ കോമഡി സിനിമ സ്റ്റെഫി സേവ്യർ സംവിധാനം ചെയ്ത സിനിമയാണ്. ഇത്ര മനോഹരമായ നർമ്മ സിനിമ ചെയ്യാൻ സ്ത്രീകൾക്കും കഴിയുമെന്ന് തെളിയിച്ച സംവിധായികയാണ് സ്റ്റെഫി സേവ്യർ. ഷറഫുദ്ദീൻ, രജിഷ വിജയൻ, ബിന്ദു പണിക്കർ എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവർ. ലോർഡ് ലിവിങ്സ്റ്റൺ, 7000 കണ്ടി, ഗപ്പി, ഇസ്ര എന്നീ സിനിമകളുടെ കോസ്റ്റ്യൂം ഡിസൈനറായി സ്റ്റെഫി സേവ്യർ പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റൊരു കോസ്റ്റ്യൂം ഡിസൈനറായ റോഷ്നി ദിനകർ, പൃഥ്വിരാജ്, പാർവതി എന്നിവരെ നായകന്മാരാക്കി മൈ സ്റ്റോറി എന്ന സിനിമ 2018 സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തിച്ചു. ശങ്കർ രാമകൃഷ്ണനായിരുന്നു ഈ സിനിമയുടെ തിരക്കഥാകൃത്ത്. പ്രിയാമണി നായികയായ ചാരുലത എന്ന തമിഴ്, തെലുങ്ക് ദ്വിഭാഷ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ റോഷ്നി ദിനകർ ആയിരുന്നു. ഈ സിനിമയാണ് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത ഗീതാഞ്ജലി. കല്ലാറളി കോവഗൈ, യശോഗതെ എന്നീ തെലുങ്ക് സിനിമകൾക്കും റോഷ്നി വസ്ത്രാലങ്കാരം ചെയ്തിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ KSFDC 4 സംവിധായികകളെ മലയാളത്തിന് പരിചയപ്പെടുത്തി. സ്ത്രീകളെ സംവിധാന രംഗത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് KSFDC ഈ പ്രോജക്റ്റ് നടപ്പാക്കിയത്. അതിൽ ആദ്യത്തെ സിനിമ 2022 പുറത്തിറങ്ങിയ നിഷിതോ എന്ന കനി കുസൃതി നായികയായ സിനിമയാണ്. താര രാമാനുജൻ എന്ന സംവിധായികയാണ് ഈ സിനിമ ചെയ്തത്. മിനി IG. KSFDC പ്രോജക്റ്റിലെ രണ്ടാമത്തെ സിനിമയാണ് മിനി IG സംവിധാനം ചെയ്ത ഡിവോഴ്സ്. 2023 സിനിമ പുറത്തിറങ്ങിയത്. ചന്തുനാഥ്, സന്തോഷ് കീഴാറ്റൂർ, P. ശ്രീകുമാർ എന്നിവരാണ് ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എൽസമ എന്ന ആൺകുട്ടിയിൽ ലാൽ ജോസിൻ്റെ സംവിധാന സഹായിയായിട്ടാണ് മിനി സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. ശ്രുതി ശരണ്യം. KSFDC നിർമ്മിച്ച അടുത്ത സിനിമയായിരുന്നു ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെ എന്ന 2023 പുറത്തിറങ്ങിയ സിനിമ. ശ്രുതി ശരണ്യം രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ രമ്യ നമ്പീശൻ, അനാർക്കലി മരക്കാർ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇന്ദുലക്ഷ്മി. KSFDCയുടെ 4ാമത്തെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇന്ദുലക്ഷ്മിയാണ്. ശാന്തികൃഷ്ണ, മാമുക്കോയ, വിനീത് എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേർ ഈ മേഖലയിലേക്ക് കടന്നു വരാനിരിക്കുന്നു. നമ്മളുടെയൊക്കെ പ്രോത്സാഹനം കാത്ത്.